എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പുറത്ത് നല്ല ശക്തമായിട്ടുള്ള മഴയാണ്. നമുക്കതൊന്നും നമ്മൾ നോക്കേണ്ട, അതിൻ്റെ ഉച്ചയൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ക്ലാസ് നമുക്ക് നടക്കട്ടെ. അപ്പോൾ നിങ്ങളിന്ന് എടുക്കേണ്ട പേജ് നമ്പർ എപ്പോഴും പറയും പോലെ ടെസ്റ്റ് എടുക്കുക. ടെസ്റ്റിലെ പേജ് നമ്പർ 200 ആണ്. 200ൽ നമുക്കിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സിലിണ്ടറിക്കൽ ബ്ലോക്ക് ഓഫ് വുഡ് ആർ 15 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 40 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ബ്ലോക്കാണ്. അത് എന്തുകൊണ്ട് ഓഫ് എന്താണ്? വുഡ് എന്ന് പറയുമ്പോൾ അറിയാലോ, തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്കിൻ്റെ ബേസ് റേഡിയസ് 15 സെൻറ്റിമീറ്ററും അതിൻ്റെ ഹൈറ്റ് എത്ര പറഞ്ഞിട്ടുണ്ട്? 40 സെൻറ്റിമീറ്ററാണ്. റേഡിയസ് എത്ര? 15 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്ര പറഞ്ഞിരിക്കുന്നു? 40 സെൻറ്റിമീറ്റർ. മനസ്സിലായി, 40 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് കോൺ? അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെയുള്ളത്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് കോൺ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഓഫ് ദിസ്. അപ്പോൾ ഇതിൽ നിന്ന് കാർവ് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കോണിൻ്റെ മാക്സിമം സൈസുള്ള ഒരു കോണിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? പരമാവധി ചെത്തിയെടുക്കാൻ പറ്റുന്ന എന്താണ് ഒരു വൃത്തസ്തുതിയുടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ചെത്തിയെടുത്താലും അതിൻ്റെ ഹൈറ്റ് മാക്സിമം സൈസ് ആകുമ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ത് തന്നെയാണ്? 40 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ത് തന്നെയാണ്? 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ വുഡൻ ബ്ലോക്കിൻ്റെ ബേസ് റേഡിയസ്, അതിൻ്റെ റേഡിയസും അതുപോലെ ഹൈറ്റും തന്നെയാണ് ഏതിൻ്റെ കോണിൻ്റെ ബേസ് റേഡിയസും ഹൈറ്റും സെയിം ആയി. അപ്പോൾ R = എത്ര? 15 സെൻറ്റിമീറ്റർ. ഇനി ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് = എത്ര? 40 സെൻറ്റിമീറ്റർ. 40 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 1/3πr²h. റേഡിയസും വേണം, ഹൈറ്റും വേണം, അല്ലേ? അപ്പോൾ ഒരു എന്തിൻ്റെയാണ്? ഒരു കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. വോളിയം V = 1/3πr²h. നമുക്ക് എഴുതാം. therefore വോളിയം V = 1/3πr²h is equal to 1/3 × π × അതിൻ്റെ റേഡിയസ് എത്ര പറഞ്ഞിരിക്കുന്നു? റേഡിയസ് എത്ര? 15. 2 പ്രാവശ്യം എഴുതുക. 15 × ഹൈറ്റ് എത്ര? 40 സെൻറ്റിമീറ്റർ. 3ഉം 15 വെട്ടി, അല്ലേ? 5 പ്രാവശ്യം, അല്ലേ? ആണല്ലോ. അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 40 ആണ്. 40 × 15 എത്രയാണ്? 600. 600 × 5 എത്രയാണ്? 3000 എന്തുണ്ട്? പൈ. എന്താണ്? ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ അതിൻ്റെ വോളിയം കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ നമുക്ക് വോളിയം എത്രയാണ് പറഞ്ഞിരിക്കുന്നു? 3000 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഏതിൻ്റെ വോളിയം? ഈ ഇങ്ങനെ നമ്മൾ കാർവ് ഔട്ട് ചെയ്തെടുക്കുന്ന കോണിൻ്റെ വോളിയം. ഇവിടെ കിട്ടിയല്ലോ. എളുപ്പമല്ലേ? വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് എന്തൊക്കെ തോന്നും, പക്ഷേ ഇതാണ് സംഭവം. വളരെ എളുപ്പമാണ്. മനസ്സിലായി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റൽ സിലിണ്ടർ ആർ 12 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 20 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മെറ്റാലിക്, അല്ലേ? ഒരു മെറ്റാലിക് സിലിണ്ടർ, മെറ്റൽ കൊണ്ടുള്ള, ഒരു ലോഹം കൊണ്ടുള്ള ഒരു സിലിണ്ടറാണ്. ചിലപ്പോൾ അത് അയൺ കൊണ്ടുള്ളതാകാം, അല്ലേ? അപ്പോൾ അതിൻ്റെ റേഡിയസ് എത്ര പറഞ്ഞിരിക്കുന്നു? എത്രയാണ് അതിൻ്റെ റേഡിയസ്? 12 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 20 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. 12 സെൻറ്റിമീറ്റർ റേഡിയസ്, ഹൈറ്റ് എത്ര? 20 സെൻറ്റിമീറ്റർ. മനസ്സിലായി? അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബൈ മെൽറ്റിംഗ് ഇറ്റ് ആൻഡ് റീകാസ്റ്റിംഗ് ഹൗ മെനി കോൺസ് ഓഫ് ബേസ് റേഡിയസ് 4 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇതിനെ മെൽറ്റ് ചെയ്ത് മറ്റൊന്നിലേക്ക് എന്ത് റീകാസ്റ്റ് ചെയ്യണം. റീകാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന എത്ര ഓരോ കോണിൻ്റെയും ബേസ് റേഡിയസ് എത്ര പറഞ്ഞിരിക്കുന്നു? 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ റേഡിയസും അതിൻ്റെ ഹൈറ്റ് എത്ര? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ റീകാസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോൺ. അപ്പോൾ കോണിൻ്റെ റേഡിയസ് എത്ര പറഞ്ഞിരിക്കുന്നു? 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്ര? 5 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ റേഡിയസും 5 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള എത്ര കോണുകൾ ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുക. ഇതിനെ ഉരുക്കി ഈ രൂപത്തിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് ഇതുപോലെ എത്ര കോണുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. വേറെ ഒന്നും നോക്കണ്ട. അപ്പോൾ നമ്പർ ഓഫ് കോൺസ്, അല്ലേ? നമ്പർ ഓഫ് കോൺസ് ദാറ്റ് ക്യാൻ ബി മേഡ്സ്, അല്ലേ? അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നിർമ്മിക്കാൻ പറ്റുന്ന, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കോണുകളുടെ, വൃത്തസ്തുതികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അപ്പോൾ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് വേറൊന്നുമല്ല. എന്ത് ചെയ്യുക? ആദ്യം ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക, രണ്ടാമത് ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക, രണ്ടിൻ്റെയും വോളിയം കണ്ടുപിടിച്ചിട്ട് അവ തമ്മിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. മനസ്സിലായല്ലോ? രണ്ടും കൂടെ ഭാഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആൻസർ എണ്ണം കിട്ടും. നമുക്ക് ആദ്യം ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം, അല്ലേ? എന്തിൻ്റെ വോളിയമാണ്? വോളിയം ഓഫ് എ എന്താണ്? ഓഫ് എ സിലിണ്ടർ. സിലിണ്ടറിൻ്റെ വോളിയമാണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം ബേസ്. അപ്പോൾ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാതെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്.
ബേസ് ഏരിയ. ബേസ് എന്താണ്? സർക്കിൾ. അപ്പോൾ അതിൻ്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ അല്ലേ, ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ പൈ ആർ സ്ക്വയർ എച്ച്, പൈ ഇൻറ്റു അല്ലേ ആർ സ്ക്വയർ, പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് അല്ലേ, പൈ ആർ സ്ക്വയർ എച്ച്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റാണ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ പൈ ഇൻറ്റു ഇതിൻ്റെ റേഡിയസ് എത്ര? ഇവിടെ റേഡിയസ് എത്ര പറഞ്ഞിരിക്കുന്നു? 12 സെൻറ്റിമീറ്റർ. 12 ഇൻറ്റു ഹൈറ്റ് എത്ര പറഞ്ഞിരിക്കുന്നു? 20 സെൻറ്റിമീറ്റർ. 12 ഇൻറ്റു 12 എത്ര? 144. 144 ഇൻറ്റു 20 എത്രയാണ്? 288 അല്ലേ. എന്നിട്ട് പൈ ഉണ്ട്, പിന്നെ എന്താണ്? ക്യൂബിക് സെൻറ്റിമീറ്റർ. അതെഴുതുക. ഇനി കണ്ടുപിടിക്കേണ്ടത് കോണിൻ്റെ വോളിയമാണ്. വോളിയം ഓഫ് എ കോൺ. വോളിയം ഓഫ് എ കോൺ ഇസ് ഈക്വൽ ടു, അതിൻ്റെ വോളിയം എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു അതിൻ്റെ റേഡിയസ് എത്ര പറഞ്ഞിരിക്കുന്നു? റേഡിയസ് എത്ര? 4 ഇൻറ്റു ഹൈറ്റ് എത്ര പറഞ്ഞിരിക്കുന്നു? 5. മനസ്സിലായല്ലോ. അപ്പോൾ 16 ഇൻറ്റു 5 എത്ര? 80 പൈ ബൈ അടിയിലെന്തുണ്ട്? 3 ഉണ്ട്. അത് ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ 85/3 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഏതിൻ്റെ വോളിയം? ഇതിൻ്റെ വോളിയം, കോണിൻ്റെ വോളിയം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സംഭവത്തിനെ ഇങ്ങനെ ഒരു ലോഹ ബ്ലോക്കിനെ അല്ലേ, അതിനെ ഉരുക്കിയിട്ട് മെൽറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു? എന്തിനേക്ക് റീകാസ്റ്റ് ചെയ്യാണ്? ഒരു കോണിലേക്ക് എന്ത് ചെയ്യുന്നു? റീകാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ എത്ര എണ്ണം ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം വലുതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക, രണ്ടാമത് ചെറുതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എഴുതാം. നമ്പർ ഓഫ് എന്താണ്? കോൺസ്. നമ്പർ ഓഫ് കോൺസ് എന്താണ്? ദാറ്റ് ക്യാൻ ബി മെയ്ഡ് അല്ലേ. നമ്പർ ഓഫ് കോൺസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ എത്ര കിട്ടിയത് ആൻസർ? 2880 അല്ലേ. 2885. ഇനി ഡിവൈഡ് ബൈ, നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇപ്പോൾ ചെയ്യേണ്ട, കാരണം ഇവിടെ ഒരു ഫ്രാക്ഷനാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ കൊടുക്കുക. ഡിവൈഡ് ബൈ എന്താണ്? 85/3 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2880 പൈ ഇതിനെ അല്ലേ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോഴത്തേക്ക് ഈ അടുത്ത് വരുന്ന ഈ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കലാണ് കൊടുക്കുക. തിരിച്ചെഴുതുക 3 എന്താണ്? 85 ഉണ്ടല്ലോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. അതായത് 85/3 ആണ്. അപ്പോൾ അതെന്തായിട്ട് മാറും? ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഈ ഫ്രാക്ഷൻ എന്ത് ചെയ്യുന്നു? തിരിച്ചിടുന്നു. അതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 85/3. അപ്പോൾ 3/85. ഇനി ഇത് നമുക്ക് ഇതും വെട്ടാം. പൈയും വെട്ടിപ്പോയി. ഈ സീറോയും വെട്ടി. ഇനി 8 കൊണ്ട് നമുക്ക് ഇതിനെ വെട്ടാം. 28 എത്ര 8 ഉണ്ടെന്ന് നോക്കാം. 28 എത്ര 8 ഉണ്ട്? 3 ടൈംസ് അല്ലേ. 3 8 എത്ര? 24. 3 ടൈംസ് 24. 24 പോയാൽ ബാക്കിന് എത്ര ഉണ്ട്? ഇതിൽ 4 ഉണ്ട്. ആ 4 എടുത്ത് 8ൻ്റെ മുമ്പിലിടുമ്പോൾ എന്തായാലും 48. 48 ഇനി എത്ര 8 ഉണ്ട്? 6. എത്ര ആൻസർ? 36 ആണ് എൻ്റെ ആൻസർ. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് കോൺസ് എത്ര കോൺസാണ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്? 36 കോണുകൾ നമുക്ക് എന്ത് ചെയ്യാം? വൃത്തസ്തുതികൾ നമുക്ക് ഇതിൽ നിന്നും നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റൻ ആണ്. അത് വളരെ വിശാലമായിട്ട് നിങ്ങൾ പഠിപ്പിക്കണം. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്ന് നമ്മൾ 2 ക്വസ്റ്റ്യൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. എനിക്കിന്ന് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ് ഇത് ചെറിയ രീതിയിൽ ഒന്ന് പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് എടുത്തത്. 2 ക്വസ്റ്റ്യനാണ്. നമുക്ക് വളരെ വിശാലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻ ഭംഗിയായിട്ട് പറഞ്ഞുതരും. വേണമെങ്കിൽ ഇത് ഒന്നും കൂടെ ഞാൻ എന്ത് ചെയ്യും? അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരും. ഓക്കെ. കണ്ടതിന് എല്ലാവർക്കും വളരെ നന്ദി. കാണാം.